Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ ദുറൂസ് അറബി മലയാളം എഴുത്ത് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നോക്കൂ, ചിത്രം നോക്കി അറബി മലയാളത്തിൽ എഴുതാം എന്നാണ്. ചിത്രം നോക്കി അറബി മലയാളത്തിൽ എഴുതാം. ചിത്രം നോക്കി നമുക്ക് അതിൻ്റെ വാക്കുകൾ മനസ്സിലാകും. അത് എന്നിട്ട് അറബി മലയാളത്തിൽ എഴുതാണ് വേണ്ടത്. അതിലെ ഒന്നാമത്തത് എന്താണ്? പല്ലാണ് അല്ലേ? പല്ല്. ഇപ്പോൾ നമ്മൾ പ എന്നും എല്ലാം അത് പിന്നെ മുമ്പ് തന്നെ പഠിച്ചിരിക്കണമല്ലോ. പ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പല്ല് എന്നെഴുതാം. എല്ലാം ശബ്ദമൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണേ. പല്ല്. അടുത്തത് എന്താണ്? രണ്ടാമത്തത് കണ്ടാലറിയാം, മഞ്ഞളാണിതല്ലേ? മഞ്ഞൾ. അപ്പോൾ മഞ്ഞ എഴുതുമ്പോൾ അടിയിൽ 3 പുള്ളി, അപ്പോൾ ചാന്നായി, മുകളിലൊരു പുള്ളി, അപ്പോൾ ഞാനായി. ശബ്ദം കൂടി ഇടുമ്പോഴാണ് ഞ എന്നാവുക. മഞ്ഞൾ. എന്ന് എഴുതുമ്പോൾ അടിയിൽ മുകളിൽ ഓരോ പുള്ളി വേണം. മഞ്ഞൾ. അത് ശ്രദ്ധിക്കാം. പിന്നെ പല്ല് നമ്മൾ നേരത്തെ എഴുതിയാൽ 3 പുള്ളി അടിയിൽ വേണമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ പ എന്നുള്ളതിന്. ഇനി അടുത്തത് മാങ്ങയാണ് അല്ലേ? മൂന്നാമത്തത് മാങ്ങ. നമുക്കറിയാം. എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനിട്ടിട്ട് മുകളിൽ അപ്പോൾ ആയില്ലേ, അടിയിലും കൂടി ഒരു പുള്ളി ഇടുക. അപ്പോൾ ശബ്ദം കൂടി ഇടുമ്പോൾ മാങ്ങ എന്നായി. മാങ്ങ. പിന്നെ അടുത്തത് നാലാമത്തത് എന്താണ്? ഗുളികയാണ്. ഗുളികയിൽ ആ ഗു എന്നുള്ളത് ശ്രദ്ധിക്കണം. കാഫിന് ഇവിടെ ഒരു വരയും കൂടി ഇട്ടിട്ട് വേണം ലൊമ്മിടാൻ. അപ്പോഴാണ് ഗു എന്നൊക്കെ ആവുക. പിന്നെ അല്ലേ? ഗുളിക എന്നിങ്ങനെയാണ് എഴുതുക. ഞാനിവിടെ മലയാളത്തിലൊന്ന് എഴുതി തരാം, ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പഠിപ്പിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് തിരിയാനാണ്. ഗുളിക. പിന്നെ അതിൻ്റെ മുമ്പത്തത് മാങ്ങ. പിന്നെ മഞ്ഞൾ. പിന്നെ ഫസ്റ്റത്തെ എന്തായിരുന്നു? പല്ല്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം. പല്ല്, മഞ്ഞൾ, മാങ്ങ, ഗുളിക. ഈ പുള്ളികളും പിന്നെ ശ്രദ്ധ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ അക്ഷരങ്ങൾ മാറും. അപ്പോൾ മാർക്ക് കമ്മിയാകാൻ വേണ്ടി സാധ്യത ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഇനി രണ്ടാമത്തത് പദങ്ങൾ നോക്കി എഴുതാം എന്നാണ്. നോക്കി എഴുതാൻ ഇവിടെ പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ കുറേ പദങ്ങളുണ്ട്. അത് നോക്കിങ്ങാണ്ട് ഇതാണ് വേണ്ടത്. അതിലൊന്നാമത്തെ എന്താണ്? ചഷം എന്നാണല്ലേ? ചഷം. എന്നുള്ളതിലൊന്നും ഒരു കാറ്റ് കൊടുത്തെങ്ങാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പറയുന്നതാണ് ചഷം. അത് എങ്ങനെ എഴുതുക? നോക്കിയിട്ട് ഉണ്ടോ എന്നൊക്കെ വെറും വായിച്ചിട്ട് എഴുതല്ലാതെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. ചഷ. അടിയിൽ പുള്ളിണ്ട്, അത് ശ്രദ്ധിക്കണം. ചഷം. അതാണ്. പിന്നെ രണ്ടാമത്തേത് എന്താണ്? മൂഢൻ എന്നാണ്. മൂഢൻ. മുകളിൽ റായിന് 2 പുള്ളി ഉണ്ടോ നോക്കണം. പിന്നെ ഒരു കൂടി ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതൊക്കെ മറക്കും. മൂഢൻ. പിന്നെ മൂന്നാമത്തത് ആഘോഷം എന്നാണ്. എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. കാഫിൻ്റെ മുകളിൽ ഒരു വരയും കൂടി ഇട്ടിട്ട് വേണം ലൊമ്മിടാൻ. പിന്നെ നീട്ടാനും കൂടി ഇടുക. ആഘോഷം. എന്ന് എഴുതുമ്പോൾ അടിയിൽ പുള്ളി വേണം. ആഘോഷം. നാലാമത്തത് ഘോഷയാത്ര എന്നാണ് അല്ലേ? ഘോഷയാത്ര. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ ഒരു വരട്ടിട്ട് വേണം നീട്ടാനിടാൻ. പിന്നെ നീട്ടുമ്പോൾ അതപ്പോൾ ഞാനിപ്പോൾ ഇട്ട പോലെ പെട്ടെന്ന് അതിനെ വായിച്ച് എഴുതുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ ഇടണം. അപ്പോഴാണ് ആവുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇടണം. പിന്നെ ഘോഷ യാത്ര. അത് നോക്കി എഴുതാം. അടുത്തത് അഞ്ചാമത്തത് ബോർഡിൽ എഴുതണം എന്നാണ്. ബോർഡിൽ ബോറ് ഡി. ഇത് ശ്രദ്ധിക്കുക. ഡി. ബോർഡിൽ.
ഈ 2 പുള്ളിയുള്ളത് മറക്കരുതേ. പിന്നെ എഴു എന്ന് എഴുതുമ്പോൾ 3 പുള്ളി വേണം ഒരാൾക്ക്, അത് ശ്രദ്ധിക്കുക. എഴുതണം. ണ എഴുതുമ്പോൾ അടിയിലും മുകളിലും പുള്ളി വേണം. എഴുതണം. ഇപ്പോൾ ബോർഡിൽ എഴുതണം. ചഷം, മൂഢൻ, ആഘോഷം, ഘോഷയാത്ര, ബോർഡിൽ എഴുതണം. ഇതൊക്കെയാണ് പദങ്ങൾ. മൂന്നാമത്തത് ഹർക്കത്തുകൾ നൽകാം. ഹർക്കത്ത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അകാരം, ഈകാരം, ഉകാരമൊക്കെ ഉണ്ടല്ലോ, ഫത്തഹ്, കസ്ർ, ലൊമ്മ്, അതൊക്കെ നൽകാനാണ്. ഇവിടെ ഒരു 4 വാക്കുകളുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അതെന്താണെന്നറിയാം. എന്നാലും അത് മനസ്സിലാവാൻ ഇവിടെ മുകളിൽ ഫോട്ടോസ്, അതിൻ്റെ എന്താണ് സംഭവങ്ങൾ എന്ന് അതിൻ്റെ ചെറിയൊരു ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വാക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് ഓർമ്മ വരണം. ഫസ്റ്റത്തെ നമുക്ക് സിമ്പിളാണല്ലേ, ഓട്ടോറിക്ഷ ആണല്ലേ. അപ്പോൾ ഇവിടെ ഓ, പിന്നെ ടോ എന്നുള്ളതിൻ്റെ അത് കൊടുക്കണം. ഓട്ടോ, റി അടിയിൽ, പിന്നെ ഖ് ഷ. അപ്പോൾ ഓട്ടോറിക്ഷ എന്നായി. അടുത്ത എന്താണ്, രഥം എന്നാണ്. രഥം, രാക്ക് ഫത്തഹ്, ധ, പിന്നെ മീമിന് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ രഥം എന്നായി. മൂന്നാമത്തേത് എന്താണ്, ഡയറിയാണ്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ ഡയറി വന്നല്ലോ, അതുകൊണ്ട് സിമ്പിളാണ്, ഡയറി, ഡയറി. നാലാമത്തേത് മരം, സിമ്പിളാണ്, മീമിന് ഫത്തഹ്, ര, മരം. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി വായിച്ചു തരാം. ഒന്നാമത്തേത് ഓട്ടോറിക്ഷയാണ്, 2 രഥം, 3 ഡയറി, 4 മരം. ഇതൊക്കെയാണ് ഇവിടെ ഹർക്കത്ത് ഇട്ട് കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തേത്, ഇത് 4ആണ് ഇവിടെ. ശരിക്കും അറബി മലയാള അക്ഷരമാക്കാം എന്നാണ്. ഇവിടെ അറബിയിലൊരു 3 അക്ഷരങ്ങളുണ്ട്, ന, ജ, ക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അറബി മലയാളത്തിൽ പഠിച്ചിരിക്കണമല്ലോ, ആ അക്ഷരങ്ങൾ എഴുതാനാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചിലപ്പം പല അക്ഷരങ്ങളും ആക്കാനൊക്കെ പറ്റുണ്ടാവും. ന എന്നുള്ളത് നമുക്ക് ഈ ന എന്നുള്ളതിനെ ണ എന്നെങ്ങനെ ആക്കാം? ഒന്നുമില്ല, ഒരു പുള്ളിയും കൂടി അടിയിലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ന എന്നാണ്, അതിന് എന്താണ് അത് മുകളിലുള്ളത്, അതിൻ്റെ അടിയിൽ ഒരു പുള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ ണ എന്നായി. അപ്പോൾ അങ്ങനെ അറബി മലയാളം ആക്കാം. പിന്നെ ഈ ജ എന്നുള്ളതിനെ നമുക്ക് അറബി മലയാളത്തിൽ ഏതാക്കാം? ച എന്നാക്കാം. അപ്പോൾ അതെങ്ങനെ ഇടുക? ജ ഒരു പുള്ളിയാണുള്ളത്, ച എന്നാകുമ്പോൾ 3 പുള്ളി അടിയിലിടുക, അപ്പോൾ ച എന്നായി. അതങ്ങനെ ചെയ്യാം. പിന്നെ മൂന്നാമത്തത് ഈ ക എന്നുള്ളതിനെ കുറേ അക്ഷരങ്ങളാക്കാം. അതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്? ഒരു ഹ ഇട്ട് കൊടുക്കുക, ഘ. അപ്പോൾ എന്തായി? ഈ അക്ഷരമായി. നഖം എന്നുള്ളതിലെ ആ ഘായി. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാം. ഇനി ഇവിടെ പുറത്ത് 4 പറഞ്ഞാൽ ശരിക്കും ഇവിടെ 5ആണ് വരുന്നത്. നമ്പർ പ്രശ്നമില്ല. അറബി മലയാളത്തിൽ എഴുതാം. ഇവിടെ മലയാളത്തിൽ 2 വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് അറബി മലയാളത്തിലാക്കാനാണ്. ഒന്ന് തേയിലയാണ്, തേയില. ഇങ്ങനെ അറബി മലയാളത്തിലാക്കാം. തേ എന്ന് എഴുതാം, തേ അല്ലേ. അതിന് നീട്ടാൻ തേ എന്ന് നീട്ടണമെങ്കിൽ ഒരു യാ ഇടണമല്ലോ, തേ. പിന്നെ ഈ എന്നാണ്, തേയി, പിന്നെ ലാന്ന് ലാസ്റ്റ്, തേയില. അങ്ങനെ എഴുതിയാൽ മതി. ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടി എഴുതുമ്പോൾ തന്നെ അത് കറക്റ്റാവും. അടുത്ത എന്താണ്? ഇപ്പോൾ ഒന്നാമത്തെ തേയില കഴിഞ്ഞു. രണ്ടാമത്തെ കഴിഞ്ഞ് എന്താണ്? പ്രതീക്ഷിച്ചു എന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്ര എന്നാണ്, അതിൽ പ്ര, പ്, റ. അപ്പോൾ പ്ര എന്നായി. 3 പുള്ളി ഇടണം, പ്ര. പിന്നെ ദീ എന്നാണ് അല്ലേ, തീ എന്നാണ് എഴുതുക, പ്രതീ നീട്ടുക. പിന്നെ ക്ക് എന്നുണ്ട്, അത് കൊടുക്കുക, പ്രതീക്. പിന്നെ ഷീ എന്നുണ്ട്, എന്താ ഷീ എഴുതുമ്പോൾ ഈ ഷാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ അടിയിലും കൂടി പുള്ളി വേണം. അത് എല്ലാ കുട്ടികൾക്കും തെറ്റുന്നൊരു സംഭവമാണത്. അഥവാ ഈ ഷ ആണെങ്കിൽ അറബിയിൽ മുകളിൽ 3 പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ, അറബി മലയാളത്തിലൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്ഷ ഉണ്ടല്ലോ, പശയിലൊക്കെ ഷ ആണെങ്കിൽ എന്തുണ്ടാവും? അടിയിലും കൂടി ഒരു പുള്ളി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തത് പ്രതീക്ഷി, എന്താ അടിയിൽ പുള്ളിയുണ്ട്. പിന്നെ ചു, എന്താ പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് എഴുതേണ്ടത്. പല വാക്കുകളും മലയാളത്തിൽ നമ്മളെ പുസ്തകത്തിൽ ഓരോ പാഠങ്ങളിലും താഴത്ത് ഇതേ സംഭവങ്ങളുണ്ടല്ലോ, ചെറിയ വാക്കുകളൊക്കെ മലയാളത്തിൽ കൊടുത്തിട്ട് അത് അറബി മലയാളം ആക്കാനുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്.
ഇവിടെ 2 വാക്കുകൾ വന്നിട്ടുണ്ട്, നമുക്കങ്ങനെ അറബി മലയാളത്തിലാക്കാം. ഇനി 5-മത്തേത് ദീർഘങ്ങൾ നൽകാനാണ്, നീട്ടാനുള്ള അക്ഷരങ്ങൾ നൽകാനാണ്. ഇവിടെ സേ, പിന്നെ അവിടെ നീട്ടാനുള്ള ഒരു അക്ഷരം കൊടുക്കണം. പിന്നെ വനം എന്നുണ്ട്, അവിടെ വനം. അപ്പോൾ അതെങ്ങനെ വായിക്കുക? സേവനം എന്നാണ് വായിക്കുക. അപ്പോൾ എന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? യാ കൊടുക്കണം. എന്താ? സേ. അപ്പോൾ കറക്റ്റായി, സേവനം. പിന്നെ 2-മത്തേത് അപ്പോൾ 1 സേവനം, യാ കൂട്ടി കൊടുക്കുക. യാ ആണ് നമ്മൾ കൂട്ടി കൊടുത്തത്. പിന്നെ അടുത്തത് 2-മത്തേത് എന്താണ്? ജോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ലീ എന്നുണ്ട്. അപ്പോൾ അത് ജോലി എന്നാണ് ആവേണ്ടത്. അതിന് ഏത് അക്ഷര കൂട്ടി കൊടുക്കുക? എന്താ? വാവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ജോ എന്നായി, ജോലി. അപ്പോൾ എന്നുള്ള സൗണ്ട് കൂട്ടണമെങ്കിൽ എന്താ? യാ ആണ് കൂട്ടി കൊടുക്കേണ്ടത്. ഓ എന്നുള്ള സൗണ്ട് കൂട്ടി വരണമെങ്കിൽ എന്ത് ചെയ്യണം? വാവ് കൂട്ടിക്കോട്ടെ. അത് മനസ്സിലാക്കുക. 1-മത്തേത് സേവനം, 2-മത്തേത് ജോലി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.